ഇന്ത്യയോടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ശക്തമാക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ആഗോള രാഷ്ട്രങ്ങൾ. വർദ്ധിച്ചുവരുന്ന സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പിന്തുണ ആഗ്രഹിക്കുകയാണ് ഈ രാജ്യങ്ങളെല്ലാം. പ്രധാനമായും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആഴത്തിലൊരു സൗഹൃദം സ്ഥാപിക്കാനും ലോക നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന സൂചനകളാണ് അടുത്തിടെയായി പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ 15 മുതൽ 18 വരെ ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണ് ഈ ത്രിരാഷ്ട്ര പര്യടനം. പ്രധാനമന്ത്രിയുടെ യാത്രാക്രമം ജോർദാനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഡിസംബർ 15, 16 തീയതികളിലാണ് പ്രധാനമന്ത്രി ജോർദാൻ സന്ദർശിക്കുക. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ബിൻ അൽ ഹുസൈന്റെ ക്ഷണപ്രകാരമാണ് ഈ സന്ദർശനം. ഇന്ത്യ ജോർദാൻ നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മോദിയുടെ ഈ യാത്ര എന്ന പ്രത്യേകതയുണ്ട്. സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ മുഴുവൻ ശ്രേണിയും അദ്ദേഹം അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി ചർച്ച ചെയ്യും. കൂടാതെ പ്രാദേശിക വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ കൈമാറുകയും പരസ്പര വളർച്ചയ്ക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള സഹകരണത്തിന്റെ പുതിയ വഴികൾ പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യും. പ്രാദേശിക സമാധാനം, സമൃദ്ധി, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഈ കൂടിക്കാഴ്ചയിൽ ആവർത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി മോദി ഡിസംബർ 16 മുതൽ 17 വരെ എത്യോപ്യയിലേക്ക് പോകും. പ്രധാനമന്ത്രി ഡോക്ടർ അബി അഹമ്മദ് അലിയുടെ ക്ഷണപ്രകാരമുള്ള മോദിയുടെ ഈ യാത്ര എത്യോപ്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണ്. ഇന്ത്യ എത്യോപ്യ ഉഭയകക്ഷി ബന്ധത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ഡോക്ടർ അബിയുമായി അദ്ദേഹം വിപുലമായ ചർച്ചകൾ നടത്തും. ഗ്ലോബൽ സൗത്തിലെ പങ്കാളികൾ എന്ന നിലയിൽ സൗഹൃദത്തിന്റെയും ഉഭയകക്ഷി സഹകരണത്തിന്റെയും അടുത്ത ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും പങ്കിട്ട പ്രതിബദ്ധത ഈ സന്ദർശനം ഊട്ടിയുറപ്പിക്കും. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി മോദി ഡിസംബർ 17 മുതൽ 18 വരെ ഒമാൻ സുൽത്താനേറ്റിൽ തങ്ങും. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ക്ഷണപ്രകാരമാണ് ഈ സന്ദർശനം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സൗഹൃദവും ശക്തമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും അടിവരയിടുന്ന സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തമാണ് ഇന്ത്യയും ഒമാനും പങ്കിടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്തെ സന്ദർശനം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. 2023 ഡിസംബറിൽ ഒമാൻ സുൽത്താൻ ഇന്ത്യ സന്ദർശിച്ചതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം വ്യാപാരം, നിക്ഷേപം, ഊർജം, പ്രതിരോധം, സുരക്ഷ, സാങ്കേതികവിദ്യ, കൃഷി, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അവസരം നൽകും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിനും ഈ സന്ദർശനം വേദിയാകും. അതേസമയം ഗ്രീക്ക് തലസ്ഥാനമായ ഏതൻസിൽ ആദ്യമായി ഇന്ത്യ ഗ്രീസ് സമുദ്ര സുരക്ഷാ സംഭാഷണം നടന്നു. പ്രധാന സമുദ്ര മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളും സമഗ്രമായ ചർച്ചകളും നടത്തി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രസ്താവന പ്രകാരം വ്യാഴാഴ്ച നടന്ന ഇത്തരത്തിലുള്ള ആദ്യത്തെ സംഭാഷണം മെഡിറ്ററേനിയൻ, ആർട്ടിക്, ഇൻഡോ പസഫിക് മേഖലകളിലെ സമുദ്ര പരിസ്ഥിതിയെ കേന്ദ്രീകരിച്ചായിരുന്നു. സുരക്ഷിതവും സുസ്ഥിരവും സമൃദ്ധവുമായ ഒരു സമുദ്ര ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്തു. ഗ്രീക്ക് വിദേശകാര്യ ഉപമന്ത്രി അംബാസഡർ അലക്സാണ്ട്ര പാപാഡോപൗലോയുടെ പ്രസംഗത്തോടെയാണ് യോഗം ആരംഭിച്ചത്. ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി മുൻപുയി സായാവി നയിച്ചു. അതേസമയം ഗ്രീക്ക് പക്ഷത്തെ പൊളിറ്റിക്കൽ ഡയറക്ടർ അംബാസഡർ ആൻഡ്രിയാസ് ഫ്രെഗാനാസും UNSCയുടെ ടാസ്ക് ഫോഴ്സ് മേധാവി അംബാസഡർ മരിയ തിയോഫിലിയും നയിച്ചു. സംഭാഷണത്തിനിടെ ഇരുപക്ഷവും തങ്ങളുടെ മേഖലകളിലെ നിലവിലെ സമുദ്ര വെല്ലുവിളികളെയും അവസരങ്ങളെയും കുറിച്ചുള്ള വിലയിരുത്തലുകൾ കൈമാറുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.